ഹായ്. ഇന്നിപ്പോൾ ഞാൻ വയറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 2 രീതിയിലുള്ള കാണിക്കുന്നുണ്ട്. മൊത്തം ഒരു 3 വർക്കൗട്ട് 2 രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ നിന്നെടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഓരോ വർക്കൗട്ടും നമ്മൾ ഓരോ രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എടുക്കാൻ കംഫർട്ടും നമ്മൾ ബോഡി അതേ രീതിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കരുത്. നമ്മളിതിൽ എങ്ങനെയാണോ കാണിക്കുന്നത് ആ രീതിയിൽ നിന്നിട്ട് പറയുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. മാക്സിമം നല്ല അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ അതേ കൈ മുകളിലേക്ക് ഉയർത്താം. ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. ഫസ്റ്റ് ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കൈ നന്നായിട്ട് ഉയർത്തി പിടിക്കുക, ബോഡി നല്ല സ്ട്രെയിറ്റ് പിടിക്കുക കേട്ടോ. അത് വളയോ കുനിയോ ഒന്നും ചെയ്യേണ്ട. ബോഡി നല്ല സ്ട്രെയിറ്റ് പിടിച്ചിട്ട് കാല് മാത്രം പൊക്കി കൊടുക്കുക. അല്ലാണ്ട് അവിടെ നമ്മൾ ഈ വയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ വളച്ച് പിടിച്ചൊന്നും ചെയ്ത് ഇതേ കണക്ക് ബോഡി സ്ട്രെയിറ്റ് പിടിച്ചിട്ട് കാലിങ്ങനെ പൊക്കി കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഒരു 10 കാണിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ രണ്ടാമത് വരുന്ന രീതി ഞാൻ കാണിക്കുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണ്. അത് ചാടി നമ്മൾ എടുക്കില്ലയോ, അപ്പോൾ ഇതെനിക്ക് ചാടി എടുക്കാൻ പറ്റുന്നവർക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ. അതുകൊണ്ട് 2 രീതി ഞാൻ കാണിക്കുന്നതാണ്. പ്രായമുള്ളവർക്കും ചാടാൻ പറ്റാത്തവർക്കും ചാടി എടുക്കാൻ പറ്റുന്നവർക്കും ഉള്ള ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് വരുന്നത് ഇതുപോലെ കൈ സ്ട്രൈറ്റ് പിടിക്കുക കേട്ടോ. എന്നിട്ട് ഒരു കൈ തലയിലോട്ട് വെക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് കാലും കൈയാണ് വരുന്നത് കേട്ടോ. വലത് കാലാണെങ്കിൽ ഇടത്ത് കൈ, അങ്ങനെയാണ് വരല് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല സ്ട്രെയിറ്റ് നിൽക്കുക കേട്ടോ. ഇതാണ് കാല് കുറച്ച് ഇതേ ഒരു പൊസിഷനിൽ വയ്ക്കുക. എന്നിട്ട് ഇത് എങ്ങനെ എടുക്കാം കണ്ടോ. ഇതിങ്ങനെ നിന്നിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ കാല് തിരിച്ച് അവിടെ തന്നെ വെക്കുക, ഇങ്ങനെ എടുക്കുക കേട്ടോ. വൺ സൈഡ് നിങ്ങൾ എത്ര എടുക്കുന്നോ അത്ര തന്നെ മറു സൈഡോട് എടുക്കണം കേട്ടോ. അത് നല്ല ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. വൺ സൈഡ് എത്രയാണോ അത്ര തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം എല്ലാ വർക്കൗട്ടും രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്തോളൂ. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 1 അവർ കൂടുതൽ ഒരു വർക്കൗട്ടുകളും ചെയ്യാൻ നിൽക്കരുത്. കാരണം 1 മണിക്കൂർ 3/4 മണിക്കൂറാണ് നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ പെട്ടെന്ന് കുറയ്ക്കാന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും നിങ്ങൾ അധിക സമയം എടുക്കുക. നമ്മളെ ബോഡിക്ക് താങ്ങുന്നതിന് പരിധി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ചാടി എടുക്കുന്നത്. ഇത് ഇങ്ങനെയാണ്ടോ, കുറച്ച് സ്പീഡിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ എടുക്കാം. മറ്റേ ഫസ്റ്റ് കാണിച്ചത് ചാടാൻ പറ്റാത്തവർക്ക് ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തവർക്കുള്ളതാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്. രാവിലെ കുറച്ച് ചെയ്യാം, വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ അപ്പോഴും ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നിൽക്കുക കേട്ടോ. എന്നിട്ട് കൈ മുകളിലേക്ക് ഉയർത്തുമ്പോൾ കാല് പുറകിലേക്കാണ് വെക്കേണ്ടത്. ഇതേപോലെ കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മളെ സ്ട്രെച്ചിങ് ആവുന്നുണ്ട്. ബോഡി നല്ല രീതിയിൽ ഇങ്ങനെ വളഞ്ഞ് വരില്ലുണ്ട് കേട്ടോ. നല്ല പോലെ ഇങ്ങനെ കണ്ടോ. അതിപ്പോൾ ഈ സൈഡ് പോസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ബോഡി എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് സൈഡ് പോസ് നിൽക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതേ കണക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ആയത്തിൽ കൈ ഇങ്ങനെ പുറകിലേക്ക് വന്ന് മുകളിലേക്ക്, അപ്പോൾ ഒരു നല്ല ആയം കിട്ടും നമുക്ക്. അപ്പോൾ ആ ബോഡി അത്രയും സ്ട്രെച്ചിങ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം നമുക്ക് 50 ഒക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ടൊക്കെ ഇപ്പോൾ 1 അവർ ചെയ്താൽ മതി. 1 അവർ എടുക്കാൻ സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും എടുത്തോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ കണ്ടോ, കുറച്ച് സ്പീഡിൽ കണ്ടോ. അപ്പോൾ 2 രീതി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഏത് വർക്കൗട്ട് എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാമപ്പ് ചെയ്യണം. ഞാൻ വാമപ്പിൻ്റെ വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും വാമപ്പം അങ്ങനെ കാണിച്ച് എടുക്കണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് വർക്കൗട്ട് നിങ്ങളിങ്ങനെ നിന്ന് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് വർക്കൗട്ട് ആയിക്കോട്ടെ, ബോഡി ജോയിൻറ്റുകളൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. അപ്പോൾ ആ വാമപ്പ് ചെറിയ രീതിയിലും ചെയ്തിട്ടുണ്ട്. ആ വാമപ്പ് ചെയ്തിട്ട് വേണം ഏത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. പിന്നെ മാക്സിമം നമ്മൾ എണ്ണം കൂട്ടിയെടുക്കുക. രാവിലെയും വൈകിട്ടൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ കൂടെ ഭക്ഷണ നിയന്ത്രണവും ഉണ്ടായിരിക്കണം. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ശീലിക്കുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം എത്രയായിരുന്നാലും അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് വേണം എപ്പോഴും ഡയറ്റ് എടുക്കാനായിട്ട് കേട്ടോ. ഫുള്ളായിട്ട് പട്ടിണി കിടന്ന് ഡയറ്റ് എടുക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലെത്തിയിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.